വോട്ട് കൊള്ളയ്ക്കെതിരെ വോട്ട് ചോരി യാത്ര നടത്തി തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ പോർമുഖം തുറന്ന രാഹുൽ ഗാന്ധിക്കും കോൺഗ്രസിനും ബീഹാറിൽ നേരിട്ടത് അപ്രതീക്ഷിത തിരിച്ചടി. വോട്ടെണ്ണലിൻ്റെ ആദ്യ ട്രെൻഡ് നിലനിർത്താനായിരുന്നെങ്കിൽ പൊരുതി തോറ്റെന്നെങ്കിലും പറഞ്ഞ് മഹാസഖ്യത്തിന് പിടിച്ചു നിൽക്കാനാകുമായിരുന്നു. പക്ഷേ കൈപ്പത്തി വെറും കൈവെള്ളയിൽ ഒതുങ്ങിയതോടെ ഒന്നിച്ചുള്ള പ്രതിരോധത്തിന് പകരം പരസ്പരമുള്ള വിഴുപ്പലക്കലുകളിലേക്ക് നേതാക്കൾ വഴിമാറിയത് വൈകാരിക പ്രതികരണമായി മാത്രം കാണാനാവില്ല. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഇടപെടലുകളിലെ സുതാര്യതയെ സംശയമുനയിൽ നിർത്തി രാഹുൽ ഗാന്ധി ഉന്നയിച്ച ആരോപണങ്ങൾ വസ്തുതാപരവും സത്യസന്ധവും ആണെങ്കിൽ രാജ്യത്ത് ജനാധിപത്യം അട്ടിമറിക്കപ്പെട്ടുവെന്ന വിമർശനങ്ങളുടെ മുഴക്കം ഇനി കൂടും. ബീഹാറിൽ വോട്ടർ പട്ടിക പരിഷ്കരണത്തിലൂടെ 65 ലക്ഷം പേർ പുറത്തു പോയതായാണ് കണക്കുകൾ. പുറത്താക്കപ്പെട്ടവരിൽ ബഹുഭൂരിപക്ഷവും സ്ത്രീകളും മുസ്ലിങ്ങളുമാണെന്നാണ് പ്രതിപക്ഷ സഖ്യത്തിൻ്റെ ആരോപണം. SIR കൂട്ട ഉൾപ്പെടുത്തലല്ല, മറിച്ച് കൂട്ട പുറന്തള്ളൽ തന്ത്രമെന്നാണ് പ്രതിപക്ഷ നിലപാട്. ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി രാജ്യവ്യാപകമായ പ്രക്ഷോഭങ്ങൾക്ക് നെടുനായകത്വം വഹിക്കാൻ രാഹുൽ ഗാന്ധിക്ക് കഴിഞ്ഞാൽ അത് മറ്റൊരു മുല്ലപ്പൂ വിപ്ലവത്തിൻ്റെ നാന്ദി കുറിക്കലായി മാറുമെന്നതിൽ സംശയം വേണ്ട. എന്നാൽ ഇന്ത്യ മുന്നണിയിലെ എല്ലാ ഘടകകക്ഷികളെയും വസ്തുതകൾ ബോധ്യപ്പെടുത്താൻ ആയില്ലെങ്കിൽ നേതൃത്വത്തിനെതിരെ രാജ്യത്താകമാനം അലയൊലികൾ ഉയരും. ഒരിക്കൽ പയറ്റി പരാജയപ്പെട്ട അസ്ത്രം വീണ്ടും തെരഞ്ഞെടുപ്പ് ഗോതയിൽ തൊടുത്തതാണ് വൻ പരാജയത്തിന് വഴി തുറന്നതെന്ന വിമർശനം പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ മുഴങ്ങിത്തുടങ്ങിയിട്ടുണ്ട്. കോൺഗ്രസ് വിജയിക്കുമ്പോൾ മാത്രം അത് ജനാധിപത്യത്തിൻ്റെ വിജയവും പരാജയപ്പെടുമ്പോൾ വോട്ടിംഗ് മെഷീനിലെ ക്രമക്കേടും എന്ന് പഴിച്ച് എത്ര നാൾ പിടിച്ചു നിൽക്കാനാവും? സാധാരണക്കാരുടെ ദൈനംദിന ജീവിതത്തെ നേരിട്ട് ബാധിക്കാത്ത എത്ര വലിയ അഴിമതി ആരോപണം തെരഞ്ഞെടുപ്പ് രംഗത്ത് ചർച്ചാ വിഷയമാക്കിയാലും ഗുണമുണ്ടാകില്ല എന്നതിൻ്റെ ഒടുവിലത്തെ ഉദാഹരണമായി മാറുകയാണ് ബീഹാറിലെ തെരഞ്ഞെടുപ്പ് ഫലം. ഒപ്പം മറ്റൊരു കാര്യം, ഭൂരിപക്ഷ സമുദായത്തെ വിശ്വാസത്തിൽ എടുത്തുകൊണ്ട് ന്യൂനപക്ഷ സമുദായങ്ങളെ ചേർത്ത് പിടിക്കേണ്ടത് എങ്ങനെയെന്ന് ഇനിയെങ്കിലും ഗ്രഹപാഠം നടത്തിയില്ലെങ്കിൽ കേന്ദ്രത്തിലും കേരളത്തിലും അധികാരത്തിൽ എത്തുക എന്നത് കോൺഗ്രസിന് മുമ്പിൽ ഏറെ വെല്ലുവിളിയാകും എന്ന് തീർച്ച. ഇനി പതുക്കെ കേരളത്തിലേക്ക് വരാം. ബീഹാറിലെ പരാജയം സംസ്ഥാന കോൺഗ്രസിൽ ഏത് തരത്തിലാകും പ്രതിഫലിക്കുക? ഈ ചോദ്യത്തിന് ഒറ്റ വാക്കിൽ ഉത്തരം കണ്ടെത്തുക എളുപ്പമല്ല. പക്ഷേ പ്രതിഫലനം ഒരു തരത്തിൽ മാത്രമാകില്ല എന്ന കാര്യം ഉറപ്പാണ്. ബീഹാർ വീഴ്ചയോടെ പ്രശാന്ത് കിഷോറിൻ്റെ തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങളുടെ പ്രസക്തി ഇവിടെയും ചോദ്യം ചെയ്യപ്പെട്ടു തുടങ്ങും. നിലവിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിലെയും നിയമസഭാ തെരഞ്ഞെടുപ്പിലെയും സ്ഥാനാർത്ഥി നിർണയത്തെ അടക്കം പ്രശാന്ത് കിഷോറിൻ്റെ സംഘം നൽകുന്ന റിപ്പോർട്ടുകൾ സ്വാധീനിക്കുന്നുണ്ട് എന്നതാണ് വസ്തുത. പക്ഷേ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി നേരിട്ടാൽ പ്രശാന്തിൻ്റെ തന്ത്രങ്ങൾക്ക് നേരെ സംസ്ഥാനത്തും വിമർശനങ്ങൾ ശക്തമാകും. സ്ഥാനാർത്ഥി നിർണയത്തിൽ മതിയായ പ്രാതിനിധ്യം യുവാക്കൾക്ക് ലഭിച്ചില്ലെന്ന പരിഭവം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനും KSU ഉൾപ്പെടെയുള്ള കോൺഗ്രസ് പോഷക സംഘടനകളും പരസ്യമായി തന്നെ പങ്കുവെച്ചു കഴിഞ്ഞു. ഫലം വിപരീതമായാൽ ഈ വിമർശനങ്ങളുടെ ആക്കം കൂടും. ഇതിനേക്കാളൊക്കെ പ്രധാനപ്പെട്ട മറ്റൊരു വസ്തുതയുണ്ട്. ബീഹാർ പരാജയത്തിൻ്റെ പശ്ചാത്തലത്തിൽ KC വേണുഗോപാലിൻ്റെ AICC സംഘടനാകാര്യ ജനറൽ സെക്രട്ടറി സ്ഥാനത്തിന് ഇളക്കം തട്ടുമോ എന്ന് ആശങ്കപ്പെടുന്ന മുതിർന്ന കോൺഗ്രസ് നേതാക്കളുടെ എണ്ണം കുറച്ചൊന്നുമല്ല കേരളത്തിൽ. കാരണം മറ്റൊന്നുമല്ല, ദേശീയ നേതൃത്വത്തിലെ പദവിയൊഴിഞ്ഞാൽ KC സംസ്ഥാനത്ത് സജീവമാകും. മുഖ്യമന്ത്രി കസേരയ്ക്കായി ഇപ്പോഴേ കുപ്പായം തുന്നിയിരിക്കുന്ന എല്ലാ പ്രമുഖരെയും ഈ നീക്കം അസ്വസ്ഥതപ്പെടുത്തുമെന്നത് സ്വാഭാവികം. ഇനി എല്ലാവരും കണ്ണും നട്ടിരിക്കുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം എന്താകുമെന്നറിയാനാണ്. മിന്നുന്ന വിജയമോ ഇഞ്ചോടിഞ്ച് പോരാട്ടമോ കാഴ്ചവെക്കാനായാൽ സംസ്ഥാന നേതൃത്വത്തിന് പ്രതീക്ഷയ്ക്ക് വക ബാക്കിയാകും. മറിച്ചായാൽ പ്രവചനാതീതമായ ചില മാറ്റങ്ങൾക്ക് പാർട്ടിയിൽ അരങ്ങൊരുങ്ങും. കാര്യങ്ങൾ കൈവിട്ടു പോയാൽ പ്രതിപക്ഷ നേതാവ് VD സതീശൻ ചില കടുത്ത തീരുമാനങ്ങൾക്ക് വരെ തയ്യാറായേക്കുമെന്നാണ് കോൺഗ്രസ് നേതൃതലത്തിൽ അഭ്യൂഹങ്ങൾ ഏറുന്നത്. എന്നാൽ അത് എന്താകുമെന്നറിയാൻ ഡിസംബർ 13 വരെ കാത്തിരിക്കണമെന്ന് മാത്രം.